സത്യമായി ഞാൻ കുഞ്ഞിനെ കൊടുത്തത് അവന്റെ കൈ തന്നെയാ. അക്കാര്യം അയാള് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അയാള് പറയുന്നത് സീതയുടെ കുഞ്ഞാണ് നകുലൻ കൊണ്ടുവന്നതെന്ന് ഗീവർഗീസ് CI മുംതാസിനോട് പറയുന്നു. ബാലന്റെ ഫോണിൽ നിന്ന് ജലജയെ വിളിക്കുന്ന മതികല ശിവയെ ഉടൻ കാണണമെന്ന് പറയുന്നു. മനസ്സജന് വീട് കൊടുക്കുന്നതിൽ എതിർക്കുന്ന കുട്ടിമണിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് കാണുക. വൈദ്യശാലയിൽ നിന്നും എന്നെ ഇവിടെ കൊണ്ടാക്കിയ മനസ്സജന് തന്നെ ഞാൻ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ജാതിയെ ബ്രാഹ്മൺസ് തന്നെയാണോ അമ്മേ? ജന്മം കൊണ്ടല്ല, പക്ഷേ ബ്രാഹ്മണ്യം മനസ്സിലുള്ളവരാ, ഒരു നല്ല ഉദ്ദേശവുമായി വന്ന് താമസിക്കുന്നവർ. എന്നാലും അന്യജാതിക്കാര് വെച്ച് ആഹാരം കഴിക്കുന്നത് ശരിയാണോ? ഓ, ഒരു തെറ്റുമില്ല. അത് മനസ്സിലാക്കാൻ ഇത്രയും പ്രായമാകേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു വിഷമം. അല്ല, കുട്ടുമണി എവിടെ? കുളിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. അവക്കിനിയും കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വരണം. ഞങ്ങളൊരു വേളിയാലോചന തുടങ്ങിയിട്ടുണ്ട്. ആ, മകേഷ് പറഞ്ഞു ധൃതി കൂട്ടണ്ട മോളെ, പതുക്കെ നടത്തിയാ മതി. അത്രേ ഉള്ളൂ അമ്മേ. കുട്ടിമണിയുടെ ഇല്ലത്ത് പോയി ആദ്യം പെണ്ണ് ചോദിക്കണമെന്നാ കരുതുന്നത്. നന്നായി, അങ്ങനെയാണല്ലോ നാട്ടു നടപ്പ്. ഒരു മിനിറ്റ്, നീ വന്നേ. അയ്യോ മാഡം, എന്നെ വിളിക്കുന്നു. കുനിച്ചേർത്ത് ഇടിക്കാനാ? ഉറപ്പാ? നീ ചെല്ലടാ. ഉപദ്രവിക്കാനല്ല, ഒരു കാര്യം പറയാനാ. എന്താ രാധു? കുട്ടിമണിയുടെ ഇല്ല എവിടാന്ന് എത്ര ചോദിച്ചിട്ടും രാഹുലൻ പറയുന്നില്ല. വയലൂർ ഇല്ലൊന്ന് കണ്ടുപിടിച്ചു തരാമോ? പിന്നെന്താ, അളിയനിട്ട് പാര വെക്കാൻ കിട്ടുന്ന ഒരവസരം ഞാൻ കളയില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? വയലോരം ഇല്ല, ഞാൻ ശരിയാക്കി തരാം. പക്ഷേ അത് കഴിഞ്ഞാലെങ്കിലും എന്നെ ഈ വീട്ടിൽ താമസിപ്പിക്കണം. എനിക്കിപ്പോഴേ മാസം 10,000 രൂപ ശമ്പളമുണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വാ, ബാക്കിയൊക്കെ എന്നിട്ട് ആലോചിക്കാം. ആ പിന്നെ അപ്പുറത്ത് അമ്മയോട് ഇതൊന്നും പറയണ്ട. ഓ ഓ. അമ്മേ. ആഹാ, മനസ്സിലോ? ആ, ഞാനേ താക്കോല് വാങ്ങാൻ വേണ്ടി വന്നതാ. തരാം. ആ, നിന്നോടുള്ള കുട്ടിമണിയുടെ പിണക്കം തീർത്തിട്ട് നമുക്ക് പോകാം. ഓ പാവം, കഷ്ടം. രാധികേ, ഇതാണ് ഞാൻ പറഞ്ഞ വാടകക്കാരിൽ ഒരാള്, മനസ്സിജൻ. ആദ്യം വന്നപ്പോ ഇവിടുത്തെ കുട്ടിമണി ബുദ്ധിമുട്ടിച്ചു എന്ന് അമ്മ പറഞ്ഞു. ക്ഷമിക്കണം കേട്ടോ, അവളിത്ര എടുത്തുചാട്ടക്കാരിയാ. ഒക്കെ അമ്മ പറഞ്ഞു. ആ കുട്ടിയുടെ സമ്മതം കൂടി വാങ്ങിയിട്ടേ ഞാൻ താമസം തുടങ്ങുന്നുള്ളൂ. ആ വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അയ്യോ വേണ്ട, അമ്മയുടെ വീൽ ചെയർ അകത്തേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടല്ലേ, ഞാനിവിടെ നിന്നോളാം. വീൽ ചെയർ ഞാൻ കയറ്റിത്തരാം അകത്തേക്ക്. വീൽ ചെയർ കയറിയാലും നിങ്ങൾ കയറണ്ട. മോളന്ന് കുട്ടിമണിയെ വിളിക്കേ. ഒന്ന് വിളിക്ക് പ്ലീസ്. കുട്ടിമണി, തല ശരിക്ക് തോർത്ത്, ഇല്ലെങ്കിൽ പനി പിടിക്കും. ഇല്ല, എനിക്ക് പനിയൊന്നും പിടിച്ചതില്ല. പിന്നെ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് കുട്ടിമണി. നീ എന്താ രാഹുല കുളിക്കാത്തത്? ഇവള് മാത്രം ശീലങ്ങളൊക്കെ മാറ്റിയാൽ മതിയോ? തൽക്കാലം ഞാൻ എന്റെ ശീലങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ ഞാനും മാറ്റത്തില്ല, നോക്കിക്കോ. ആണുങ്ങളെ പോലെ അല്ല മോളെ നമ്മള് പെണ്ണുങ്ങള്. നമ്മുടെ ശീലങ്ങള് കുടുംബത്തിന് വേണ്ടി മാറ്റാനുള്ളതാ. പിന്നെ ഞാനൊന്നും മാറ്റത്തില്ല. നീയാ ഇവളെ വഷളാക്കുന്നേ. കുട്ടിമണി, കുട്ടിമണി, നിന്നെ കാണാൻ ബ്രഹ്മശ്രീമംഗലത്തെ അമ്മ വന്നിരിക്കുന്നു. രാവിലെ എഴുന്നള്ളി ആ സാധനം. മനസ്സിജൻ കള്ളനല്ല മോളെ, ഒരു പാവമാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്നെ വൈദ്യശാലയിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന കാര്യം. ഇന്നലെ രാത്രി മാടത്തിന് നെഞ്ചുവേന വന്നപ്പോഴും ആ മനസ്സിനാ ആശുപത്രി കൊണ്ടുപോയത്. അതെ, കുട്ടുമണിയോട് മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞ് മനസ്സിജൻ ഇന്നലെ എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പോഴാ എനിക്ക് നെഞ്ചുവേദന വന്നത്. എനിക്ക് വേദന മാറിയോ? പേടിക്കാനൊന്നുമില്ല കുട്ടിമണി, ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, ഇപ്പൊ മാറി. പോടാ അവിടുന്ന്. ഗ്യാസിന്റെ ആയിരുന്നു മോളെ, അവരെനിക്ക് മരുന്ന് തന്നു വിട്ടു. ഇന്നലെ രാത്രി മുഴുവൻ മനസ്സിൽ ഉറങ്ങാതെ എനിക്ക് കാവലിരുന്നു മോളെ. ആണോ? നല്ലവനാ മോളെ, അമ്മയവന് തന്നെ വീട് കൊടുത്തോട്ടെ. എന്നെ ഉപദ്രവിക്കുവോ? ഏയ്, ആരെയും ഉപദ്രവിക്കാൻ എനിക്ക് കഴിയില്ല. കുട്ടിക്ക് ഞാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. എന്ത് ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ കുട്ടിമണിക്ക് ഉണ്ടാക്കിയത്? കുറച്ചുനാൾ മുമ്പ് എൻ്റെ ഭാര്യയെ കാണാതായിരുന്നു.
അവളുടെ ചായ ഉണ്ട് ഈ കുട്ടിമണിക്ക്. അവളാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ഈ പെൺകുട്ടിയെ കുറച്ച് ശല്യപ്പെടുത്തി. ഓ അപ്പൊ അതാണ് ഇങ്ങേര് വന്ന് കുട്ടിമണിക്ക് ഭർത്താവും കുഞ്ഞും ഉണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചത് അല്ലേ? അതേ രാധു, ഞാൻ നിരപരാധിയാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നിരപരാധി മിണ്ടി പോകരുത്. അപ്പോ നിങ്ങൾ തന്നെയാണോ ഇവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്? അതെ. എന്റെ ആങ്ങള നിങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ. എനിക്കറിയാം. അദ്ദേഹത്തോടും മാപ്പ് പറയാൻ തയ്യാറാ ഞാൻ. അവനോടാ ശരിക്കും മാപ്പ് പറയേണ്ടത്. രാധു മോളെ, അവനെ കൂടി ഇങ്ങ് വിളിക്കും. ആ ചെല്ല്. വയോധികയെ തലക്കടിച്ച് കൊല്ലും. എടാ ഒന്ന് പുറത്തേക്ക് വാ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ബ്രഹ്മശ്രീ മംഗലത്തെ ആ തള്ളയല്ലേ? അവരെ കാണുന്നത് എനിക്ക് ചതുർത്ഥിയാ. എടാ അവരല്ല, അവരുടെ കൂടെ വേറൊരാളുണ്ട്. വേറൊരാളോ? അതെ, ആളെ കണ്ടാ നീ ഞെട്ടും. അതാരെ എന്നെ ഞെട്ടിക്ക് ശേഷിയുള്ള ഒരാള്? കുട്ടിമണിയുടെ ഞെട്ടലൊന്ന് മാറിയതേ ഉള്ളൂ. നീ കൂടെ വാ. ചേടാ, എന്നാലും അതാരാ? ഇയാളാ നിന്നെ കാണാൻ വന്നിരിക്കുന്നത്. ഇയാളൊരു കുഴപ്പക്കാരനെ ചേച്ചി. ഞാൻ ഇവിടെ നിന്ന. നീ ഇങ്ങോട്ട് വാ, നമുക്ക് ചേച്ചി കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് ശരിക്കും അങ്ങോട്ട് ബോധ്യമായി രാഹുല. കുട്ടിമണിന്റെ ഭാര്യയല്ല, എനിക്ക് ആള് മാറിപ്പോയതാ. പൊറുക്കണം. എടാ രാഹുല, ഇയാളുടെ ഭാര്യയ്ക്ക് കുട്ടിമണിയുടെ ഛായയായിരുന്നു. അതുകൊണ്ടാ പാവൻ നിനക്കെതിരെ കേസ് കൊടുത്തത്. ആ കേസൊക്കെ പിൻവലിക്കാൻ ഞാൻ മുംതാസ് മേഡത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി രാഹുലിന്റെ ഇഷ്ടം പോലെ ഈ കുട്ടിയെ വിവാഹം കഴിക്കാം. ഇനി രാഹുൽ എന്നെ വേലി അയച്ചാന്നാ? കുട്ടിമണി, നീ ഇതൊരു തല ശരിക്ക് തോർത്താത്തത് എന്താ? നനഞ്ഞ മുടിയും കൊണ്ട് വെയിൽ കൊണ്ടല്ലേ പനി പിടിക്കത്തേ ഉള്ളൂ. ആ തോർത്തിങ്ങതാ. എന്തോന്നാ കുട്ടിമണി ഇത്? വന്നു ഈ പെണ്ണിന് ഒരു ശ്രദ്ധയില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണമെന്ന് വെച്ചാ. ഇങ്ങോട്ട് നിക്ക്, നേരെ നിക്കവിടെ. ഇവിടെ തോന്നണേ, ഇവിടെ ഇവിടെ അമർത്തി തോത്ത്. കുട്ടിമണി അടങ്ങി നിക്കേ. തോർക്കത് മതി രാഹുല. ഇങ്ങനെ തോർക്കാലേ അവളുടെ തലമുടി മുഴുവൻ പൊഴിഞ്ഞു പോവും. ആ അകത്തേക്ക് പോവാം കുട്ടിമണി. ഞാനേ ഒരല്പ രാസനദി പൊടിയിട്ട് തിരുമ്മി തരാം. പോകാൻ വരട്ടെ. എനിക്ക് കുട്ടുമണിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്നമ്മേ? ഞാൻ എന്റെ വീട് ഈ മനുഷ്യജന്യം കൊടുക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? നീ സമ്മതിച്ചാലേ ഞാൻ താക്കോല് കൊടുക്കൂ. ആ തീരുമാനത്തിന് മാറ്റമില്ല. സമ്മതിക്കൂ കുട്ടിമണി. ഇന്നലെ അമ്മയ്ക്ക് സഹായത്തിന് വേറെ ആരും ഇല്ലായിരുന്നല്ലോ. 3 നേരം മാടത്തിന് ശാപ്പാടും കൊടുക്കൂ ഇയാള്. എന്നെ ഉപദ്രവിച്ചാൻ പറ്റില്ലല്ലോ. ഇല്ല. അളിയാ, വേണമെങ്കിൽ സഹായിക്കുകയും ചെയ്യും. കുട്ടിമണിയെ പോലെ തന്നെയാ കുഞ്ഞുങ്ങളുടെ മനസ്സാ. ആണോ? എന്നാ താമസിച്ചോട്ടോ. ഞാൻ ഈ കോളനിയിൽ തന്നെ താമസിക്കുന്നതിൽ രാഹുലിന് വിരോധമൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ തുറന്ന് പറയണം. ഞാനെന്തിനാ നിങ്ങൾ എതിർക്കുന്നത്? നിങ്ങൾ എവിടെ താമസിച്ചാലേ എനിക്കെന്താ? വാ കുട്ടിമണി. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ താക്കോലെടുത്ത് തരാം. ഇന്നേതാ ദിവസം? രാഹുകാലം എപ്പോഴാ? രാഹുകാലം കഴിഞ്ഞു. രാഹുലകാലവും. നിങ്ങൾ ബ്രഹ്മശ്രീ മംഗലത്തോട്ട് ചെല്ല്. എനിക്ക് എന്റെ അളിയനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. ഓ, ഞാൻ കുട്ടിമണിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് കള്ളക്കഥ ഉണ്ടാക്കി നീ എന്നെ പുറത്താക്കി. ഇപ്പൊ കണ്ടോ എന്റെ കളി? ഈ സെറ്റപ്പ് കംപ്ലീറ്റ് ഒരുക്കിയതേ ഞാനാ. എന്റെ ബുദ്ധിയാ ഇവിടെ നടന്നത് മുഴുവൻ. തന്നെ ഞാൻ വെറുതെ വിടില്ലടോ. എന്റെ സ്വസ്ഥത നശിപ്പിക്കാനാ തന്റെ ഭാവമെങ്കിൽ
കൊന്നോളയും ഞാൻ. നീ ഞൊട്ടും. ഇനി ഒരു കാലത്തും നിനക്ക് സ്വസ്ഥതയും മനസമാധാനവും കിട്ടില്ലടാ. ഈ മകേഷിന്റെ പ്രതികാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രതികാരം തീരുമ്പം കുട്ടിമണി അവളുടെ ഭർത്താവിനൊപ്പം പോവും. നീ മാനസമൈന പാടി കടപ്പുറത്തൂടി ഇങ്ങനെ നടക്കും. വരട്ടടാ പുളിയാ. നീ എന്തിനാ കുട്ടിമണി അയാൾക്ക് വീട് കൊടുക്കാൻ സമ്മതിച്ചത്? ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാ വരാൻ പോകുന്നത് ദൈവത്തിന് മാത്രം അറിയാം. എന്തോ കുഴപ്പം വരാനാ? അയാളെ ഒരു പാവാണെന്ന് അമ്മ പറഞ്ഞല്ലോ. അമ്മേ വൈദ്യശാലന്ന് വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. പിന്നെ നെഞ്ചുവേദന വന്നപ്പോ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചില്ലേ? ഇതൊക്കെ വെറും പച്ച കള്ളമോ കുട്ടിമണി? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അമ്മ പറഞ്ഞല്ലോ നേരാണെന്ന്. ആ സ്ത്രീ പഠിച്ച കള്ളിയാ. നിന്നെ എന്റെ അടുത്തുനിന്ന് തട്ടിയെടുക്കാനുള്ള ശ്രമം അവർ നടത്തുന്നത് മുഴുവൻ. എന്റെ അമ്മ വല്ലതും പറഞ്ഞോണ്ടല്ലോ. ആ ശരി പറ്റി ഞാൻ ഇനിയും പറയും, അവരെ ഭയങ്കര കള്ളി തന്നെ. വൃത്തിയൊട്ട സ്ത്രീ. നോക്കിക്കോ, അവരെ ആ മനസ്സിന് നിന്നെ പിടിച്ചു കൊടുക്കും. അയാൾ നിന്നെ കാട്ടിക്കൊണ്ട് കളയും ചെയ്യും. അപ്പോഴും രക്ഷിക്കാൻ ഞാൻ മാത്രം ഉണ്ടാവും. ഇനി രക്ഷിക്കാൻ രാവിലെ വരണ്ട, ഞാൻ തന്നെ അങ്ങ് രക്ഷപ്പെട്ടോളാം. അപ്പയോ? അപ്പൊ നിനക്ക് എന്നെക്കാൾ വലുത് ആ പെരുങ്കളി പറയുന്ന കാര്യങ്ങളല്ലേ? അല്ലടി, അമ്മ പെരുങ്കല്ലെന്ന് വിളിക്കലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ. നിന്നെ ഞാൻ ശരിയാക്കൂടാ. ഞാൻ വിളിക്കും, ഇനിയും വിളിക്കും. നീ എന്നെ എത്ര തല്ലിയാലും ഞാൻ വിളിക്കും. അവർ പെരുങ്കള്ളിയാ, വെറും കള്ളി. കള്ളി 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 പെരുങ്കള്ളി. ഞാൻ ഇനിയും വിളിക്കും. നീ എന്തൊക്കെ ചെയ്താലും എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ നിങ്ങൾ വഴക്കിടുന്നത്? ഈ രാവിലെ പറയാ അപ്പത്തെ അമ്മ പെരുങ്കള്ളിയാണെന്ന് രാക്ഷസിനെ വിളിച്ചു. എന്താണ് പ്രശ്നം? അവർ നിന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഞാൻ വെറുതെ കുട്ടിമണിയായിട്ട്. വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിച്ചില്ലേ? അതിനാ വഴക്കിട്ടത്. അവരാർക്കേലും വീട് വാടകയ്ക്ക് കൊടുക്കട്ടെ, അതിന് നിനക്കെന്താ? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. അവരുടെ സ്വത്താ അത്. അവിടെ അവർക്ക് ഇഷ്ടമുള്ളവരെ താമസിപ്പിക്കും. അതിന് നിനക്കെന്താടാ? എന്നെ കുഴപ്പം? ആ നല്ല മനുഷ്യൻ നിന്നോട് ചോദിച്ചതല്ലേ വിരോധം വല്ലതും ഉണ്ടോന്ന്? നിനക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അപ്പ തന്നെ പറയണമായിരുന്നു. അല്ലാതെ അങ്ങാടി തോറ്റനെ കുട്ടിമണിയുടെ മെക്കിട്ട് കയറുകയല്ല വേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കയാ ചേച്ചി. ഈ രാഹുലും ചീത്തയാ, ചപ്പറ്റ രാഹുൽ. അതേടി, എനിക്കറിയാം ഞാൻ ഇനി ചീത്തയാവൂന്ന്. ഭാര്യയുടെ ഛായ ഉണ്ടെന്ന് പറഞ്ഞ് നിന്റെ അമ്മ ഒരുത്തരെ ഈ തെരുവിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ. ഇനി ആ തള്ളയുടെ ശ്രമം അയാളുടെ നഷ്ടപ്പെട്ട ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ പ്രതിഷ്ഠിക്കാന്നുള്ളതായിരിക്കും. എന്ത് വിവരക്കേടാണ് നീ പറയുന്നത്? അതുകൊണ്ട് അവർക്ക് എന്താ നേട്ടം? അവര് പറഞ്ഞൊന്നു വെച്ച് ഇവളും അയാളും അനുസരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി, കുട്ടിമണിയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാവും ഇവൻ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. അല്ലമ്മേ, അയാൾ എനിക്കെതിരെ കേസ് കൊടുത്ത ആളാ. കുട്ടിമണി അയാളുടെ ഭാര്യയാണെന്നും ഞാൻ തട്ടിക്കൊണ്ട് വന്നതാണെന്നും പറഞ്ഞ്. തെറ്റ് തിരിച്ചറിഞ്ഞപ്പോ അയാൾ കേസ് പിൻവലിച്ചില്ലേ? പിന്നെന്താ കുഴപ്പം? പിന്നെ എന്നെ കുഴപ്പം? കേസ് കൊടുത്തതോ പിൻവലിച്ചതോ ഒന്നല്ല ഇവിടുത്തെ കുഴപ്പം. ഒരിക്കൽ ഭാര്യയാണെന്ന് തോന്നിയ അയാൾക്ക് വീണ്ടും അങ്ങനെ തോന്നില്ലെന്ന് പറയാൻ പറ്റുമോ ചേച്ചിക്ക്? കുട്ടിപ്പണിയെ തട്ടിക്കൊണ്ട് പോവാനാണോ അയാൾ നല്ലവനെ ചമഞ്ച് ഇവിടെ വന്നിരിക്കുന്നെന്ന് ആർക്കറിയാം? പിന്നെ തട്ടിക്കൊണ്ടുപോയി, അതും ഈ വീട്ടിൽ നിന്ന്. നിനക്ക് വട്ടാടാ രാഹുല. കുട്ടിമണിയുടെ കാര്യത്തിൽ നിനക്ക് അത്ര ഉത്കണ്ഠയുണ്ടെങ്കിൽ വേഗം വേളി നടത്തുക വേണ്ടത്. അമ്മ പറഞ്ഞതാ അതിന്റെ ശരി. വയലോരോ ഇല്ലത്ത് പെണ്ണ് ചോദിച്ച് ബന്ധുക്കളെയും കൂട്ടി പോകാന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് എത്ര നാളായി. നീ എന്താ ഞങ്ങളെ കൊണ്ടുപോകാത്തത്? ഉത്തരം പറ. നിനക്ക് വരാൻ മടിയുണ്ടെങ്കിൽ നീ വരണ്ട. ഞാൻ പറഞ്ഞില്ലേ, നീ അഡ്രസ്സിങ് ഇതാ, ഞങ്ങൾ പോയി കണ്ടോളാം. നിന്റെ ഈ സ്വഭാവം ഞങ്ങൾക്ക് തീരെ പിടികിട്ടുന്നില്ല. കുട്ടിമണിയോട് വലിയ സ്നേഹമാ, പക്ഷെ വേലിക്കാര്യം പറയുമ്പോ നീ അത് മുടക്കും. എന്താ അതിന്റെ രഹസ്യം? കണ്ടോ, ഉത്തരം മുട്ടിപ്പോ മുങ്ങുന്നുണ്ടോ? ഞാനേ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. കുട്ടിമണിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ബഹളം വെച്ച ആള് ഈ തെരുവിലുള്ളപ്പോ ഈ വീട് വിട്ട് എനിക്ക് എങ്ങും പോകാൻ പറ്റില്ല. ഏതു നിമിഷവും എന്തും പ്രതീക്ഷിച്ചേ പറ്റൂ. അവന് വലിയ മനപ്രയാസം ഉണ്ട് മോളെ. അതുണ്ട്, പക്ഷേ കാരണമാ പിടികിട്ടാത്തത്. വാ മോളെ, ആഹാരം കഴിക്കാം. അമ്മേ, ആഹാരം എടുത്തു. വാ മോളെ. വാ മോളെ. പോട്ടെ. വനജേ, വല്യണ്ണൻ എന്താ ഒരു വിഷമം പോലെ? നകുലം പറഞ്ഞിട്ട് ജയിലിൽ പോയി ഞാൻ ചന്തുവിനെ കണ്ടിരുന്നു. CI മുംതാസിന്റെ സമ്മതത്തോടെ ജയിലിൽ വെച്ച് ഗീ വർഗീസ് ആ പിള്ളേരെപ്പിടുത്തക്കാരനെ ചോദ്യം ചെയ്തു. എന്നിട്ട് DNA ടെസ്റ്റ് നടത്തിയ കുഞ്ഞ് തന്നെ ആ സീതയുടെ അവൻ തറപ്പിച്ച് പറയുന്നു. എത്ര ഇടി കൊടുത്തിട്ടും അവൻ വേറൊന്നും പറയുന്നില്ല.
പിന്നെ എങ്ങനെയാ വല്യണ്ണ ആ പരിശോധനയിൽ അവൻ നമ്മുടേതല്ലെന്ന് തെളിഞ്ഞ്? കളി നടന്നു കാണൂടി. വയലോരം വീട്ടുകാർ ചെറ്റകളാണെന്ന് നമുക്കറിയത്തില്ലേ? കാശുകാരി കൊച്ചിനെ വളർത്താനായി ബാലനും അപ്പച്ചയമ്മയും ചേർന്ന് ചോര മാറ്റിക്കാണുമടി. എനിക്ക് തോന്നുന്നില്ല വല്യണ്ണ. കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ചെന്നപ്പോ ബാലന്റെ സങ്കടം നമ്മൾ കണ്ടതല്ലേ? അതൊക്കെ അവന്റെ അഭിനയമായിരിക്കും. നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള അഭിനയം. നകുലിനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ തിരിച്ചു വരാൻ പറയാമായിരുന്നു. അവൻ കൊണ്ടുവന്ന കുഞ്ഞ് തന്നെയാ സീതയുടെ മോനെങ്കിൽ പിന്നെന്തിനാ അവൻ പേടിച്ച് നടക്കുന്നത്? അന്തസ്സായി നിവർന്ന് നടന്നൂടെ? അനാഥാലയത്തിന്ന് ആ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരാൻ വല്യണ്ണ. സീതയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വളർത്താം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട. ആദ്യം കുഞ്ഞ് അത് തന്നെയാണോന്ന് തെളിയട്ടെ. വെറുതെ കുരിശെടുത്ത് തോൾ വെച്ചാ ജീവിതകാലം മുഴുക്ക ചുമക്കേണ്ടി വരില്ലേ? എന്തായാലും ഒരു കുഞ്ഞല്ലേ, അതിനെ വളർത്തുന്നതുകൊണ്ട് നല്ലതേ വരൂ. പിന്നെ നല്ലത് ചിലവന് ആര് തരുവടി? നമ്മുടെ അപ്പം വല്ലതും സമ്പാദിച്ചു വച്ചിട്ടുണ്ടോ? ശകുന്തളയെ അരുന്ധതയും പറയുന്നത് ഇത് തന്നെയാ, കുഞ്ഞിനെ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവരാമെന്ന്. അവരുടെ ഉദ്ദേശം വേറെയാ. സീത വന്ന് മോനെ ചോദിച്ചാൽ പകരം കുഞ്ഞുമണിയെ ചോദിക്കാമെന്ന്. മനുഷ്യർക്ക് ആർത്തിമൂത്ത് വട്ടായാൽ എന്താ ചെയ്യുക? ഞാൻ ചോദിക്കുന്നത് സ്വത്തും പണമുള്ള കുഞ്ഞിനെ അല്ലല്ലോ, ആർക്കും വേണ്ടാത്ത ഒരു അനാഥ കുഞ്ഞിനെയല്ലേ. ചിലവിന്റെ കാര്യം ഓർത്ത് വല്യണ്ണം വിഷമിക്കണ്ട. വല്ല വീട്ടിലും ജോലി ചെയ്ത് ഞാൻ അവനെ പോറ്റിക്കോളാം. ഒറ്റ ചവിട്ട് വെച്ച് തരും. നീ വല്ല വീട്ടിലും പണിയെടുക്കുന്ന കാണാൻ ഈ വല്യണ്ണം ജീവിച്ചിരിക്കില്ലടി. ഇക്കാലം മുഴുവൻ ഞാൻ നെട്ടോട്ടം ഓടിയത് നീ നന്നായിട്ട് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാ. എനിക്ക് സന്തോഷമാവണമെങ്കിൽ സീതയുടെ കുഞ്ഞിനെ കണ്ടെത്തണം വല്യണ്ണ. അവള് പ്രസവിച്ചത് ആൺകുഞ്ഞിനെയാണെന്ന് നകുലം പറഞ്ഞത് എനിക്ക് വിശ്വാസമാ. അവൻ സുരക്ഷിതനാണെന്ന് അറിഞ്ഞാലേ എനിക്ക് സമാധാനമാവൂ. അവനെക്കുറിച്ചുള്ള ആദി എനിക്കുമുണ്ട് വനജെ. നകുലം വരട്ടെ, എന്നിട്ട് അക്കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ശരി വല്യണ്ണ. അവന്റെ കാര്യത്തിൽ നിനക്കുള്ള വേവലാതി പോലും അവന്റെ പെറ്റതള്ളക്കില്ലല്ലോ. നീ വിഷമിക്കണ്ട, പോയി ഇത്തിരി കഞ്ഞിവെള്ളം എടുക്ക. വല്ലാത്ത പരവേശം. പറഞ്ഞതിനൊന്നും ഒരു മാറ്റമില്ല കാർത്തിക പെങ്ങള്. ആ മതികലയുടെ ഫോണിൽ ബാസ്റ്റിൻ എന്ന് പറയുന്ന തെണ്ടി ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. മറുപടി പറയാൻ സാധിക്കാത്തതിനെ കൊണ്ട് എടുത്തില്ല. ശരി, അങ്ങനെ ആവട്ടെ, എന്റെ നമ്പർ കൊടുത്തോളൂ. എന്നാ പിന്നെ ശരി. കാർത്തിക പെങ്ങളെ വിളിച്ചത് മറ്റേ പെൺകുട്ടി നമ്മളെ വിളിച്ചിട്ട് വന്ന് കാണുന്നു. എന്തായി ഭായി പോയ കാര്യം? കുട്ടിമണി പെങ്ങളുടെ ദേഷ്യം മാറിയോ? ദേഷ്യം മാറിയെന്ന് ചോദിച്ചാ അതറിയില്ല. എന്നാലും നമ്മളിവിടെ താമസിച്ചോളാം അവള് സമ്മതിച്ചിട്ടുണ്ട്. താക്കോല് വാങ്ങി. ആശ്വാസായി. ഞാനും ഈ മനസ്സിന് സാറോട് അവിടെ ചെന്ന് എന്തോ ആയിരുന്നു അഭിനയം. പിച്ചളെ ഒന്ന് കാണേണ്ടതായിരുന്നു. രാഹുലന്റെ അടപ്പിളകി. ഈ രീതിയിൽ കുട്ടിമണിയുമായി ഒരാഴ്ച മുന്നോട്ട് പോയാൽ ആ കുട്ടി ഇവിടുത്തെ കുട്ടിയാകും. ഏയ്, അതൊന്നും അത്ര എളുപ്പമാവില്ല മഹേഷേ. കുട്ടിമണി എന്നിലേക്ക് അടുക്കുന്നത് തടയാൻ രാഹുലിന് എന്തും ചെയ്യും. അതെനിക്കിന്ന് നന്നായിട്ട് മനസ്സിലായി. കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോ അവൻ അവളെ ചേർത്ത് നിർത്തി തല തോർത്തുന്നു. എനിക്കെന്റെ ദേഹം അങ്ങ് പെരുത്തു വന്നതാ. പിന്നെ ഞാൻ അങ്ങ് ക്ഷമിച്ചു. ആ കാഴ്ച ഞാൻ കാണേണ്ടത് തന്നെയായിരുന്നു പിച്ചളെ. വാശിയോടെ അവൻ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ കുട്ടുവിൻ്റെ തല തോർത്തുമ്പോൾ പണ്ട് നടന്ന ചില കാര്യങ്ങളെ എനിക്ക് ഓർമ്മ വന്നത്. മനസ്സില്ല മനസ്സോടെ ഞാൻ അവൾക്ക് തോർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ വെറുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ വെറുക്കുന്നത് ദൈവമാ. കണക്ക് പുസ്തകത്തിൽ കാലം അത് കുറിച്ചിടും. പിന്നെ അത് നമുക്ക് നേരെ പ്രയോഗിക്കാം. ഇന്ന് നടന്നത് അതാ. രാഹുലിനെ ഒഴിവാക്കി കുട്ടിമണി പെങ്ങളെ തനിച്ച് കാണാൻ എന്താ മാർഗം എന്ന് ആലോചിക്കുക. അതേ നടക്കൂ. നമ്മുടെ ഗൃഹപ്രവേശം കഴിയുമ്പോഴേക്കും ചെന്ന് വിളിച്ച അമ്മയെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിമണിക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണണം. അവൾ വരുമ്പോഴെല്ലാം അമ്മ ഇവിടെയാണെങ്കിൽ എനിക്ക് അവളോട് അടുക്കാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്ന അമ്മ പറയുന്നത്. ഓ, നല്ല നേരത്തെ നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയതെന്ന് കരുതും. എന്താ സംശയം? ഇങ്ങോട്ട് വന്നുകൊണ്ടല്ലേ എന്നെപ്പോലെ ബുദ്ധിമാനായ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയത്. ഓ, നമ്മുടെ ചില്ലറ സാധനങ്ങളൊക്കെ ആ വീട്ടുവരാന്തയിൽ ഇരിക്കല്ലേ, അത് പോയിട്ട് എടുത്തോണ്ട് വരും. അതൊക്കെ പിന്നെയാ. മുഹൂർത്തം തെറ്റാതെ പാല് കാച്ചണമെന്നാ മാടം പറഞ്ഞിരിക്കുന്നത്. അതിന് കാച്ചാൻ എവിടെ പാല്? അപ്പൊ പാലും ഇല്ലേ? ഇതൊക്കെ വാങ്ങി വെക്കണ്ടേ പിച്ചളെ? ഒരു കാര്യം ചെയ്യും, ഒരു 100 രൂപ ഞാൻ പോയി പാല് വാങ്ങിച്ചോണ്ട് വരാം. അതെ, അങ്ങനെ പാല് കാച്ചി ഗൃഹപ്രവേശം നടത്തേണ്ട കാര്യമൊന്നുമില്ല. അമ്മ പറഞ്ഞ സ്ഥിതിക്ക് മുഹൂർത്തം തെറ്റിക്കാതെ നമുക്ക് വീട്ടിൽ പ്രവേശിക്കാം.
അത് കഴിഞ്ഞ് പോയി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു ആയിക്കോട്ടെ. ശരിയാ ബായ്. ആ. ഐശ്വര്യായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് കേറാം. ഇനി വരാൻ പോകുന്നത് നമ്മുടെ കാലം. ഐശ്വര്യായിട്ട് അങ്ങോട്ട് കേറുക. വാ. വരിക കോഴിയമ്പൂരി. കോഴിയമ്പൂരി തുറക്കല്ലേ? ആ തുറക്കാം. ആ. ഇനിയെങ്കിലും മനുഷ്യര് ജീവിക്കണ പോലെ കുറെ കാലം ജീവിക്കണം ബായ്. അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പുറത്തെ അമ്മയ്ക്ക് ആഹാരം കൊടുക്കാന്ന് ഏറ്റിട്ടില്ല. ആ അതൊക്കെ വെറുതെ കുട്ടിമണിയെ കേൾപ്പിക്കാൻ പറയുന്ന നമ്പരല്ലേ? നമുക്കേ 3 നേരം പുറത്തുനിന്ന് ആഹാരം കഴിക്കാം. നിങ്ങൾക്കെല്ലാം ഉടുപ്പി ഹോട്ടലിൽ നിന്ന്, എനിക്ക് ചിക്കൻ സെന്ററിൽ നിന്ന്. ഈ വീട്ടില് വേണ്ടാതീനം കാണിക്കാൻ പറ്റില്ല മഹേഷ്. ചിക്കൻ വേണമെങ്കിൽ പുറത്തു പോയി കഴിച്ചോളൂ. ഇത് നല്ല കൂത്തായി. പാലം കടക്കുളം നാരായണന്ന് വിളിച്ചിട്ട് കടന്നു കഴിയുമ്പോ കൂരായണെന്ന് വിളിക്കുവാന്നോ? ഞാനേ ഇനി നിങ്ങളുടെ കൂടെ തന്നെ താമസം. അത് ശരിയല്ല ബായ്. അതെന്താ? ബായ് കല്യാണം കഴിച്ചല്ലേ? ഭാര്യയ്ക്കൊപ്പം തന്നെ ജീവിക്കണം. അതിനെ അവൾ അടുപ്പിച്ചിട്ട് വേണ്ടേ? എന്റെ നേരെ വാക്കത്തി എടുത്തവളാ അവള്. ഭർത്താവിനെ ബഹുമാനിക്കാൻ അറിയാത്തൊരു പെണ്ണ്. ജീവിതം ഒരിക്കലല്ലുള്ളൂ ബായ്. ഒക്കെ മറന്നും പുറത്തു ഒത്തുപോണം. കൈവിട്ട് പോയതാ. മനസ്സ് ജമ്പായുടെ അവസ്ഥ കണ്ടില്ലേ? അതൊക്കെ ശരിയാ. പക്ഷെ മറക്കാനും പൊറുക്കാനും രാധു തയ്യാറാവുന്നില്ലല്ലോ. ഇന്ന് തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? കുട്ടിമണിയുടെ വീട്ടുകാരുടെ മേൽവിലാസം കൊണ്ടുവന്ന അവൾ എന്നെ വീണ്ടും തിരിച്ചു കയറ്റുന്ന കാര്യം ആലോചിക്കാമെന്ന്. ഭായിയുടെ ഭാര്യയ്ക്കെന്തിനാ കുട്ടിമണിയുടെ മേൽവിലാസം? വേളി ആലോചിക്കാൻ. അമ്മയും രാധുവും കൂടി വേളിയാലോചന തുടങ്ങിയിട്ടുണ്ട്. രാഹുലിനോട് പലതവണ കുട്ടിമണിയുടെ ഏട്ടന്മാരോട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടും അവൻ വീട് പറഞ്ഞു കൊടുക്കുന്നില്ല. രഹസ്യമായി വയലോരമെല്ലാം കണ്ടെത്തി കൊടുക്കണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതേതായാലും നന്നായി, വളരെ നന്നായി. നന്നായിന്നോ? ബായ് എന്തായി പറയുന്നു? കുട്ടിമണി പെങ്ങളുടെയും രാഹുലിന്റെയും വിവാഹം നടത്താനല്ലേ അവരുടെ ഉദ്ദേശം? കല്യാണമൊന്നും നടക്കില്ല വിച്ചളെ. ഞാൻ നന്നായിന്ന് ഉദ്ദേശിച്ചത് രാഹുലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടാണ്. അമ്മയുടെയും സഹോദരിയുടെ മുമ്പിൽ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് അവൻ എങ്ങനെയാ വയലോരമില്ല കാണിച്ചു കൊടുക്കാനാവുന്നത്? കുട്ടിമനയുടെ പൂജാരിമാരായ ഏട്ടന്മാരവിടെ ഉണ്ടോ? അവിടെ സ്വന്തം വീട്ടുകാർ ചെല്ലുന്ന നിമിഷം അവൻ മനസ്സിൽ കെട്ടിപ്പൊക്കിയ ചില്ലുകൊട്ടാരം തകർന്ന് തരിപ്പണമാവുമെന്ന് രാഹുലിന് നന്നായിട്ട് അറിയാം. എന്റെ കുട്ടുവിന് കല്യാണം ആലോചിച്ച് ആരെങ്കിലും വയലോരം വീടിന്റെ പടി കടന്നാ ജീവനോടെ തിരിച്ചു പോകില്ലാന്ന് അവന് നല്ല നിശ്ചയമുണ്ട്. കുട്ടിമനയുടെ വീട് ചോദിച്ച് അമ്മയും പെങ്ങളും നിർബന്ധം പിടിക്കുമ്പോ രാഹുലിന്റെ അവസ്ഥ ചെകുത്താനും കടലിനും നടുക്ക. എങ്കിലവൻ ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ കിടന്ന് കളിക്കട്ടെ. മഹേഷ് ഭായ്, തൽക്കാലം വയലോരം വീടിനെ കുറിച്ച് അവരോട് പറയണം. അയ്യോ, പറഞ്ഞാലേ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റൂ. മഹേഷ് ഭായ് വീട്ടിൽ കയറണ്ട, ഇവിടെ തന്നെ നിന്നോ. ഏതെങ്കിലും ഒരു കുരിശ് എപ്പോഴും ഒപ്പുണ്ടാവണം. അത് മനുഷ്യന്റെ തലവിധി. ബായ്, അഡ്വാൻസ് കൊടുത്ത് വാടക ചീട്ട് എഴുതണം. അത് ഞാൻ പറയാൻ മറന്നു. നമ്മൾ കാശൊന്നും കൊടുക്കേണ്ടതാ അമ്മ പറഞ്ഞേക്കുന്നേ. ഇത് അവർ ചെയ്യുന്ന ഒരു സൽക്കർമ്മമായിട്ട് കരുതിയാൽ മതിയെന്ന്. രക്ഷപ്പെട്ടു. എങ്കിൽ പിന്നെ കയ്യിലിരിക്കുന്ന 10,000 രൂപയ്ക്ക് അത്യാവശ്യം വീട്ടു സാധനങ്ങൾ വാങ്ങാം. വൈകണ്ട, നമുക്ക് ഓരോന്നായിട്ട് കരക്കടിപ്പിച്ചു തുടങ്ങാം. ഭാവിച്ചില്ലേ? അല്ല, അപ്പൊ ഞാനോ? ബായും വാ, ഒരു സഹായാവല്ലോ. അയ്യോ, വലിയ വെയിറ്റ് ഉള്ള സാധനമൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. വിയർക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വാ ബായ്. ആ ബാലേട്ടൻ സ്കൂട്ടർ പിന്നെയും പൊടിതട്ടി എടുക്കുകയാണോ? പിന്നല്ലാതെ, നമുക്കും ജീവിക്കണ്ടേ. രവിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ ശരിയാവില്ല. കട തുറക്കാനൊരു വഴി കണ്ടെത്തണം. സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോൺ ശരിയാക്കാൻ പറ്റുമോ നോക്കണം. ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നൊക്കെ ബിസിനസ് വിപുലീകരിക്കാൻ ഇപ്പൊ ധനസഹായം കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. 4% മാത്രമേ പലിശയുള്ളൂ. പത്രത്തിൽ വാർത്ത കണ്ടപ്പോൾ ഞാനത് വിളിച്ചു ചോദിച്ചതാ. പക്ഷേ ബിസിനസ് വിപുലീകരിക്കാൻ അവർ പൈസ കൊടുക്കത്തുള്ളൂ. ഇപ്പൊ ഒരു വെരിഫിക്കേഷൻ വന്ന കാലിയായ കുറച്ച് ചാക്ക് മാത്രമല്ലേ നമ്മുടെ പിടിയിലുള്ളൂ. അത് വെച്ച് ആരും ലോൺ തരില്ല സീതേ. ഇവിടുത്തെ സാധാരണക്കാരന് ഒന്നുകിൽ സഹകരണ ബാങ്ക് അല്ലെങ്കിൽ ബ്ലേഡുകാരേ ഉള്ളൂ ശരണം. എന്തായാലും കൊള്ള പലിശയ്ക്ക് ലോണൊന്നും എടുക്കണ്ട. നാട്ടുകാർക്ക് പലചരക്ക് കടയിലുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു വരിക ബാലേട്ട. എല്ലാവർക്കും സൂപ്പർ മാർക്കറ്റിനോടാ പ്രിയം. അതാവുമ്പോ സ്വയം കയറി വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാലോ. ഒക്കെ ശരിയായിരിക്കും, പക്ഷേ സൂപ്പർ മാർക്കറ്റ് പറ്റി കിട്ടുമോ സീതേ?
വയലോരം വീട്ടിന്റെ ബാലേന്ദ്രന്റെ കടയിൽ അത്യാവശ്യക്കാർക്ക് സാധനം കടം കൊടുക്കും. കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് സാധനം വാങ്ങാൻ വരുന്നതെങ്കിൽ മിഠായി അവർക്ക് ബാലിന്റെ വക ഫ്രീയാ. കൊള്ള ലാഭം എടുക്കാറേ ഇല്ല. ഈ ഗുണങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമോ? അതില്ല. അല്ല ബാലേട്ടാ, ഈ കടയില്ലാതായപ്പോഴേ കടം കൊടുത്ത കുറച്ച് കാശ് കിട്ടാനുണ്ടായിരുന്നില്ലേ? അത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? രവിയെ കൊണ്ട് ഞാൻ നേരത്തെ അന്വേഷിപ്പിച്ചു. നിന്റെ അമ്മാവൻ ഗുണ്ടായസം കാട്ടി നേരത്തെ പിരിച്ചെന്ന് അറിഞ്ഞത്. ഇനിയിപ്പോ കൊടുക്കാത്തവര് പോലും ഞങ്ങൾ പൂക്കോടിക്ക് കൊടുത്തേ പറയുള്ളൂ. എല്ലാം ഒന്നേന്ന് തുടങ്ങണം സീതേ. അയ്യോ, എന്തു പറ്റി ബാലേട്ടാ? വല്ലാത്ത വേദന. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സ്കൂട്ടർ എടുത്താ പോരായിരുന്നോ? പറ്റില്ല സീതേ, ഉപയോഗിക്കാതെ തുരുമ്പെടുക്കും. വാഹനമായാലും മനുഷ്യരായാലും. എന്നാലും അതെ, മൊബൈല് കിട്ടിയായിരുന്നോ? കേറി പോടിയാത്ത, കിട്ടുമ്പോ കൊണ്ടും തരും. ഓ അതല്ല, എനിക്ക് വട്ടയപ്പം തിന്നാൻ ഒരാശ. ഏതെങ്കിലും ബേക്കറിയിൽ വിളിച്ചൊന്ന് ഓർഡർ ചെയ്യാൻ മൊബൈലും തരൂ? ഇല്ല. എങ്കിൽ പിന്നെ ബാലേട്ടൻ എനിക്ക് വട്ടയപ്പം വാങ്ങിച്ചു തന്നാലും മതി. നിനക്ക് വാങ്ങി തരാൻ പോകുന്നതേ വട്ടയപ്പം അല്ല, അവസാനത്തെ ആഹാരമാണ്. കാത്തിരുന്നോ നീ? ഇനി അതിനധികം സമയമില്ല. ബാലേട്ടനെ ദേഷ്യം പിടിപ്പിക്കാതെ നീ ഒന്ന് അകത്തേക്ക് പോകല്ലേ. ഓ ശരി, ഞാൻ പോയേക്കാം. ഞാൻ കാരണം ഇനി ഇവിടെ ആർക്കും സമ്മതലൊന്നും തെറ്റണ്ട. പോട്ടെ ബാലേട്ട, കാര്യാക്കണ്ട. കുട്ടിമണി ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, രാവിലെ വന്നിട്ട് ഇറങ്ങാൻ കരുതി. എന്തിനാ ഞാൻ വരാൻ കാത്തിരിക്കുന്നേ? അതേ അതെ, എനിക്ക് ഇഷ്ടമായോണ്ട്. എത്ര ഇഷ്ടമുണ്ട് കുട്ടിമണിക്ക്? ഒരുപാട്. ഒരു ആനയുടെ അത്രയും? അതിലും കൂടുതലാ. ആകാശത്തുള്ള ഇഷ്ടമുണ്ടോ? അതിലും കൂടുതൽ. രാഹുലിന് എന്നെ ഇഷ്ടല്ലേ? പിന്നില്ലേ, ഞാൻ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ആരെക്കാളും ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കുട്ടിമണി. ഞാനും. എന്നിട്ട് നീ എന്തിനാ കുട്ടിമണി ആ മനസ്സജനെ നമ്മുടെ കോളനിയിൽ താമസിക്കാൻ അനുവദിച്ചേ? അയാള് കുഴപ്പക്കാരനാണെന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ. നിനക്ക് എന്നെക്കാൾ ഇഷ്ടം ഇപ്പൊ അപ്പുറത്തെ അമ്മയോടാ അല്ലേ? അതുകൊണ്ടല്ലേ അവര് വന്ന് കൊറേ കള്ളക്കഥ പറഞ്ഞപ്പോ നീ എല്ലാം വിശ്വസിച്ച്? അല്ല രാഹുല, എനിക്ക് ആ അമ്മയെക്കാളും ഇഷ്ടം രാഹുലിനെയാ. അപ്പോ അവരെന്നോട് കള്ളം പറഞ്ഞല്ലേ? പിന്നല്ലാതെ അവര് ചീത്തയാ കുട്ടിമണി. എന്നാ നോക്കിക്കോ, ഞാൻ നാളെ അമ്മയോട് പറഞ്ഞ ആ കള്ളനെ ഇവിടെ ഇറക്കി വിടും. അതെ, ഇനി നീ പറഞ്ഞിട്ട് അമ്മ അനുസരിച്ചില്ലെങ്കിലോ? എങ്കിൽ ഞാൻ അമ്മയോട് കൂട്ടുകെട്ടും. പിന്നെ ഞാൻ മിണ്ടത്തേ ഇല്ല, അങ്ങോട്ട് പോതൂല്ല. അതെ, എന്നാലും അയാൾ ഈ കോളനി തന്നെ കാണില്ലേ? അതൊന്നും ഷാറില്ല. നമുക്കേ നല്ല പണി കൊടുത്ത് അങ്ങോട്ട് ഓടിച്ചു വിടാം. അപ്പൊ അമ്മ വഴക്കറിഞ്ഞാലോ? അമ്മയോട് പിണങ്ങിട്ടാണല്ലോ നമ്മൾ അയാളെ ഓടിക്കാൻ പോകുന്നത്. എനിക്കിഷ്ടേ രാഹുലിനോട്. സത്യം? സത്യം. നിന്നെ ഞാൻ സ്വന്തമാക്കും, എല്ലാ അർത്ഥത്തിലും. വേളി വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല കുട്ടിമണി. ഇന്നു മുതൽ നീ എന്റേത് മാത്രം. കുട്ടു, എന്താ ഭായ്, എന്തു പറ്റി? പിച്ചളെ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? അത് പിന്നെ രാഹുലൻ അടങ്ങിയിരിക്കത്തില്ല പിച്ചളെ. ഏത് വിധേനയും കുട്ടുവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കും. ഇതിൽ കൂടുതൽ എന്ത് തട്ടിയെടുക്കാനാ ഭായ്? കുട്ടിമണി പെങ്ങളുടെ സ്വന്തമായിരുന്നവരെല്ലാം ഇപ്പൊ അന്യരായില്ലേ? അവനല്ല ഏറ്റവും വലിയ സ്വന്തക്കാരൻ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പിന്നെ അവൻ
അവൻ എന്റെ കുട്ടുവിനെ കളങ്കപ്പെടുത്തും പിച്ചളെ. ബായ്, കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയിലവൻ. പിടിച്ചു നിൽക്കാൻ എന്ത് മാർഗം അവൻ സ്വീകരിക്കും? കുട്ടിമണിയെ വിവാഹം കഴിക്കാൻ അവന് പറ്റത്തില്ല. കാരണം നിയമപരമായി അവൾ എന്റെ ഭാര്യയാ. പിച്ചളെ, കുട്ടുവിനെ നടുക്ക് നിർത്തി എന്നോട് അവൻ നടത്തുന്ന യുദ്ധത്തിൽ എന്നെ പരാജയപ്പെടുത്താൻ അതേ വഴിയുള്ളെന്ന് അവന് തോന്നാം. എന്റെ കുട്ടുവിന്റെ പരിശുദ്ധി നശിപ്പിക്കാൻ. ഇതൊക്കെ ബായ്ക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ ഒരു കടുങ്കൈയൊന്നും അവൻ ചെയ്യില്ല. ചെയ്യും പിച്ചളെ, ചെയ്യൂന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇല്ല ബായ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അമ്മയും പെങ്ങളും ഇടപെടുന്ന അവനറിയാം. അവര് കല്യാണത്തിന് വേണ്ടി കൂടുതൽ നിർബന്ധിച്ച അവൻ പെട്ടുപോല്. കുട്ടിമണി പെങ്ങളുടെ അഡ്രസ്സ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ല അവൻ. ആ സ്ഥിതിക്ക് അവൻ കൂടുതൽ ഒന്നും ചെയ്യില്ല. എന്നാലും അരുതാത്തത് എന്തെങ്കിലും നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുക. മനസ്സ് അങ്ങനെ പലതും പറയുമ്പായി. തലച്ചോറോണ്ട് ആലോചിക്കുമ്പം മനസ്സ് പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യാവും ചെയ്യും. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും. വേണ്ടാത്ത ചിന്തകളൊക്കെ കളഞ്ഞേക്ക്. ലൈറ്റ് കെടുത്തിയിട്ട് കിടക്ക് ബായി. എന്താ കുട്ടിമണി, എന്തു പറ്റി? നീ പിന്നെ സ്വപ്നം കണ്ടോ? കുട്ടിമണി, കുട്ടിമണി, നീ എന്തോ ചോദിച്ചേ? ഞാൻ ആരാണെന്നോ? കുട്ടിമണി, 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 എന്താ പറ്റി? കുട്ടിമണി, ഞാനാ നിന്റെ രാഹുലൻ. എന്തേ ചേച്ചി, അമ്മ. കുട്ടിമണി, നീ സ്വപ്നം കണ്ട് പേടിച്ചതാ. നിനക്കൊരു കുഴപ്പമില്ല. അതെ രാഹുല, അതെ ആരെയോ കൊല്ലുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടു. പകല് മുഴുവൻ ആ മനസ്സിജം വന്ന് പിടിച്ചോണ്ട് പോവും, കാട്ടിക്കൊണ്ട് കളയുമെന്നൊക്കെ പറയുമല്ലായിരുന്നോ ഇവൻ? അതിവളുടെ മനസ്സിൽ കിടന്നു കാണും. അതുകൊണ്ടാ വേണ്ടാത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. അതൊന്നും അല്ല മോളെ. ജ്യോത്സ്യൻ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടും ഉപാസനാമൂർത്തികൾക്ക് തൃപ്തിയായി കാണില്ല. അതിന്റെ സൂചനയായി. അമ്മയൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് അമ്മേ. ചേച്ചി പറഞ്ഞതാ ശരി. ഞാനങ്ങനെ കുട്ടിമണി ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പാടില്ലായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്തായാലും ജ്യോത്സ്യരെ നാളെ തന്നെ വരുത്തണം. ഒന്നുകൂടി പ്രശ്നം വെച്ച് നോക്കാം. അതിന്റെ ആവശ്യമില്ലെന്നല്ലേ അമ്മ ഞാനിപ്പോ പറഞ്ഞത്. അമ്മ വെറുതെ ഇരിക്കുന്നുണ്ടോ? ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളാ രാഹുല ശരി. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ എന്തിനാ എതിർക്കുന്നത്? നാളെ തന്നെ പോയി ജോത്സ്യനെ വിളിക്കും. അമ്മയോട് അടുത്തൊന്നിരിക്കും. വല്ലാതെ പേടിച്ചിട്ടുണ്ട് അവള്. പോട്ടെ മോളെ, പേടിക്കണ്ട കേട്ടോ. ഒന്നുമില്ല, മോള് സ്വപ്നം കണ്ടതാ മോളെ. ആ, അവള് സ്വപ്നം കണ്ടതിന് നിനക്കെന്തിനാ ടെൻഷൻ? നിലവിളി കേട്ട് ഞാൻ ചെന്ന് ലൈറ്റിട്ടപ്പോ എന്നെ അവക്ക് മനസ്സിലായില്ലേ ചേച്ചി? അടുത്ത് ചെന്നപ്പോഴും അപരിചിതനെ പോലെ അവൾ എന്നെ തുറച്ചു നോക്കുമായിരുന്നു. ഞങ്ങൾ വന്നപ്പോ ഞങ്ങളെ അവള് തിരിച്ചറിഞ്ഞില്ലായിരുന്നു. ഞാനും അത് ശ്രദ്ധിച്ചു. പണ്ട് അവളെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറഞ്ഞിരുന്നു, ചിലപ്പോ സ്വപ്നത്തിൽ നിന്ന് അവൾ ഉണരുന്നത് അവളുടെ പഴയ ഓർമ്മകളിലേക്കായിരിക്കുന്നു. ആകട്ടെ, നല്ലതല്ലേ അത്? പക്ഷേ അങ്ങനെ ഓർമ്മ തിരിച്ചിട്ടാൽ അവൾ ഉണരുന്നത് അപകടത്തിൽപ്പെട്ട ആ നിമിഷത്തിലേക്കായിരിക്കും. ഞാനും നിങ്ങളൊന്നും അവളുടെ മനസ്സിലുണ്ടാവില്ല. അവളുടെ സ്നേഹം ഇല്ലാതാവുന്നത് എനിക്ക് സഹിക്കില്ല. എന്ന് കരുതി അവൾ എന്നും ഈ രോഗമായിട്ട് കഴിയണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അതല്ല, എന്നാലും സമാധാനമായിട്ടിരിക്കെ. നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നാളെ ജോത്സ്യനെ എന്തായാലും പോയി വിളിച്ചോണ്ട് പോ. വല്ല ചരടോ ഭസ്മോ കൊടുത്താ അവളുടെ പേടി മാറിക്കോളും. ശരി. കരയല്ലേ? പേടി മാറിയോ കുട്ടിമണി? ഇല്ല ചേച്ചി. എങ്കിലേ ചേച്ചി ഇന്ന് നിന്റെ കൂടെ കിടക്കാം. എന്ത് പറയുന്നു? അമ്മ പോയിക്കോളൂ. ഇവിടെ ഞാൻ സമാധാനിപ്പിച്ചോളാം. ശരി.
ചേച്ചി ലൈറ്റ് കെടുത്തട്ടെ? ഞാൻ ഉറങ്ങിയിട്ട് കിടത്തിയാ മതി. ശരി, എങ്കിൽ പിന്നെ മോള് കിടന്നു. കിടന്നു. എന്താടി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ ആളെ വിട്ടത്? വല്യണ്ണ, ഇന്നലെ രാത്രി നകുലൻ വന്നിരുന്നു. നകുലനോ? അവനെന്താ വീട്ടിൽ വരെ ഇങ്ങോട്ട് വന്നത്? ഞാനൊന്നും ചോദിച്ചില്ല. നല്ല ക്ഷീണം ഉണ്ടെന്നും പറഞ്ഞ് കേറി കിടന്നു. ഇതുവരെ എണീറ്റിട്ടില്ല. ആ, വിളിച്ചു നോക്കാം, വാ. ആ, നീ എഴുന്നേറ്റോ? എന്താ വീട്ടിലേക്ക് വരാത്തത്? അന്വേഷണ പരിധിയിൽ ഞാനില്ലെന്ന് CA മുംതാസ് പറഞ്ഞെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ കൊടുക്കാനുള്ള തന്ത്രമാണെന്നറിയില്ലല്ലോ. പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല നകുല. നീ കൊണ്ടുവന്ന കൊച്ചു തന്നെയാണോ സീതയുടെ കുഞ്ഞെന്ന് പോലീസുകാർക്ക് പിന്നെയും സംശയമുണ്ട്. അതാ നിന്റെ കാര്യത്തിൽ അവർ ബലം പിടിക്കാത്തത്. കൊച്ചത് തന്നെയാ, അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പിന്നെ DNA ടെസ്റ്റിൽ എന്താ സംഭവിച്ചത്? അതാ മനസ്സിലാകാത്തത്. നിങ്ങൾ CA മുംതാസ് മാഡത്തിനൊന്ന് വിളി. അന്വേഷണം എന്തായെന്ന് അറിഞ്ഞിട്ടാവാം ബാക്കി തീരുമാനം. ശരി, വിളിച്ചേളെ. ഹലോ, ഞാൻ രാഘവനാ, നകുലന്റെ അച്ഛൻ. ഞങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോന്ന് അറിയാൻ വിളിച്ചതാ. റാക്കറ്റിന് പിന്നാലെയുള്ള അന്വേഷണത്തിൽ ഒരുപാട് പുരോഗതിയുണ്ട്. പക്ഷേ കുഞ്ഞിന് തന്നെ DNA ടെസ്റ്റ് നടത്തിയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതി. പല വഴിക്കും ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ DNA ടെസ്റ്റിൽ തിരിമറി നടന്നു കാണോ അല്ലേ മാഡം? തിരിമറി നടക്കാനുള്ള സാധ്യത വളരെ കുറവാ. റിസൾട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും ബാലന്റെ സീതയുടെയും ബ്ലഡ് സാമ്പിൾ ഒന്നുകൂടി പരിശോധിക്കാൻ SP സാറിനെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. നകുലൻ കുറച്ച് ദൂരത്തേക്ക് ഒരു ഓട്ടം പോയതാ. അല്ല, അവരെന്നെ വിളിച്ചിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നകുലന് ഓട്ടം പോയതല്ലെന്നും എന്നെ പേടിച്ച് മുങ്ങിയതാണെന്നും എനിക്ക് നന്നായി അറിയാം. അയാളോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറ. ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ അയാൾക്ക് പറ്റിയാലോ? ആ കുഞ്ഞിനെ അന്വേഷിച്ച് അയാൾ കുറെ അലഞ്ഞതല്ലേ. ഇനി വിളിക്കാനേ ഞാൻ പറയാം മാഡം. ശരി. ബാലന്റെയും സീതയുടെയും എടുത്തു വെച്ച ചോര ഒന്നുകൂടി പരിശോധിക്കുകയാണെന്ന് പറഞ്ഞു. പരിശോധിക്കട്ടെ. എന്തായാലും തൽക്കാലം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ. ഇനി ഞാൻ CA മുംതാസിനെ നേരിട്ട് കാണാം. പോലീസുമായിട്ട് സഹകരിച്ച് നിന്നാലേ കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകും. അനാഥാലയത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരാൻ നകുല. ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ. അങ്ങനെ ആരെങ്കിലും ചെന്ന് ചോദിച്ചാൽ അനാഥാലയത്തിൽ നിന്ന് കുഞ്ഞിനെടുത്ത് തരില്ല. കേസിന്റെ തൊണ്ടി മുതലാ അവനിപ്പോ. പോലീസുകാരുടെ അനുവാദമില്ലാതെ ആർക്കും അവനെ കാണാൻ പോലും ആവില്ല. അനാഥാലയം അവന്റെ ജയിലല്ലേ നകുല? കാരാഗ്രഹത്തിൽ കഴിയ എന്റെ അമ്പാടിക്കണ്ണന് എന്നാ ഈ ബാലാരിഷ്ടത കഴിയ? സങ്കടപ്പെടാതെ, കുഞ്ഞിനെ നമുക്ക് തന്നെ കിട്ടും. ഇത് നകുലന്റെ വാക്കാ. ഇതിപ്പോ പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു നൂല് ജപിച്ച് കിട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ തൻ്റെ അമ്മയ്ക്ക് പേടിയാ, ആവശ്യമില്ലാത്ത ആദി. അതെനിക്കും അറിയാം. പക്ഷെ ചേട്ടൻ പറഞ്ഞ വഴിപാടൊക്കെ കഴിച്ചിട്ടും അവള് സ്വപ്നം കണ്ടത് ദോഷം മാറാത്തതുകൊണ്ടാണെന്ന അമ്മയുടെ പക്ഷം. തൻ്റെ വീട്ടിലെ ദോഷം മാറാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. തനിക്ക് വേളി ആലോചിച്ച ആ പെൺകുട്ടിയില്ലേ, അതിനെ അതിൻ്റെ ഇല്ലത്തേക്ക് തിരിച്ചുവിടുക. അനിഷ്ടകരമായ സത്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിട്ടുണ്ട്.
അതാ ഞാൻ അക്കാര്യം അന്ന് പറയാതിരുന്നത്. രാജയോഗമുള്ള കുട്ടിയാത്. തൻ്റെ ജാതകവും മോശമല്ല. പക്ഷേ നിമിത്തം വെച്ച് ഗണിച്ചപ്പോൾ തെളിഞ്ഞു കിട്ടിയത് രണ്ടാളും ഒന്നിച്ചാൽ ഗ്രഹണമെന്നാണ്. വിവാഹം മുടക്കിയെന്ന പേര് കേൾക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. ചേട്ടാ, ദേവീത് ഈ വിവരമൊന്നും അമ്മയോടും ചേച്ചിയോടും പറയരുത്. അവരപ്പം തന്നെ ആ കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പോകാൻ അതിന് വേറെ ഒരു ഇടവുമില്ല ലോകത്ത്. ഞാനായിട്ട് അങ്ങനൊരു മഹാഭാവം ചെയ്യില്ല. വേളി വേണോ വേണ്ടയോ എന്ന് താൻ തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കുക. ശരി, ചേട്ടൻ പറഞ്ഞ തന്നെ ചെയ്യാം. പിന്നെ ജോത്സ്യൻ വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമസ്കാരം ചേട്ടാ. ആ, നമസ്കാരം. സുഖം തന്നെ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരമസുഖം. അളിയ, ഞങ്ങളെ ഒന്നുകൂടെ വേലിയുടെ മുഹൂർത്തം കുറിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അളിയന്റെ പുതിയ സാറന്മാരോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ തിരിച്ച് പണി തുടങ്ങിയെന്ന്. അല്ല രാഹുല, കുട്ടിമണിയെ വേണമെങ്കിൽ വിവാഹം കഴിച്ചോ എന്നാണല്ലോ അയാൾ ഇന്നലെ പറഞ്ഞിട്ട് പോയത്. അതുകൊണ്ടേ ഞാനതങ്ങ് ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞത് ചേട്ടനൊന്നും പറയണ്ട. ഇയാളെ കാര്യം എന്റെ അളിയനൊക്കെ തന്നെ. പക്ഷെ വേലി മുടക്കല ഇയാളുടെ പ്രധാന തൊഴില്. ഓഹോ, ഇയാൾ ആ തരക്കാരനല്ലേ? അയ്യോ അല്ല, ഞാൻ ഇതേവരെ ഒരു വേളയും മുടക്കിയിട്ടില്ല. കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. കഴിഞ്ഞ തവണ ഞാൻ മുഹൂർത്തം കുറിച്ചില്ല എന്നറിഞ്ഞപ്പോ തനിക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ. നികൃഷ്ട ജീവി. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാ. ശുംഭൻ നിക്കണ നിൽപ്പ് കണ്ടില്ലേ? വാ രാഹുല, ശരി വാ. കാണിച്ചു തരാടാ പന്നാടിയ. ഉള്ളത് പറയാലോ മനസ്സുജമ്പായി. ഈ ചായ ഇട്ടത് ഞാനാണെങ്കിലും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചായപ്പീടിയയിൽ സമോവറിലുണ്ടാക്കണ സാധനം കുടിച്ചാലേ എനിക്കൊരു ഉഷാറുള്ളൂ. ഈ ചായക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. പീടികയിലെ ചായക്ക് ചായ എന്നല്ല പറയേണ്ട വീച്ചളെ, തേയില വെള്ളം. ചായ ഉണ്ടാക്കുന്ന തേയില സഞ്ചിയിലെ ചണ്ടി കാണുമ്പോഴേ എനിക്ക് ഓർക്കാനും വരും. അതെ, ആകെ കുഴപ്പമായി. എന്താ പ്രശ്നം പറയാം. ചായ എടുത്തു അല്ലേ? നന്നായി. ചായ കുടിക്കാതെ എങ്ങനെ നന്നായിന്ന് പറയണം? ആ ജോത്സ്യനെ പിന്നെയും വന്നു. ഏത് ജോത്സ്യൻ? ഞാൻ പറഞ്ഞില്ലേ കുട്ടിമണിയും രാഹുലും തമ്മിലുള്ള വേളിക്ക് മുഹൂർത്തം കുറിക്കാൻ വന്ന ജോത്സ്യനെ കുറിച്ച്. അയാള് വീണ്ടും വന്നു. ഇത്തവണ മുഹൂർത്തം കുറിക്കും, ഉറപ്പായിട്ടും കുറിക്കും. ആ രാഹുലിനെ നിങ്ങളെ വെല്ലുവിളിച്ചു. കുട്ടിമണി അവൻ കല്യാണം കഴിക്കുമെന്നേ നിങ്ങളോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ പിച്ചളെ, അവൻ രണ്ടും കൽപ്പിച്ച. അവൻ മാത്രമല്ല, ആ ജോത്സ്യനും രണ്ടും കൽപ്പിച്ച. വേളി മുടക്കാൻ വന്നതാ ഞാനെന്നും പറഞ്ഞേ അയാളെന്നെ ചീത്ത വിളിച്ചു. അങ്ങനെ അവന് കുട്ടിമണി പെങ്ങളെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. ഈ നാട്ടില് പോലീസും പട്ടാളൊക്കെ ഉണ്ട്. എന്ത് പോലീസും പട്ടാളോ പിച്ചളെ? അവരൊക്കെ വിചാരിച്ചിട്ട് എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? നിയമപരമായി കുട്ടിമണി പെങ്ങള് ബായിയുടെ ഭാര്യയല്ലേ? ബായ് തന്നെയല്ലേ ഇന്നലെ എന്നോട് ഇതൊക്കെ പറഞ്ഞത്? ശരിയാ, പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞത് രാഹുലിന് അങ്ങനെ ഒരു പേടി ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ചാ. അതില്ലാന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? വിവാഹം തടയണമെന്ന് പോലീസുകാരോട് ആവശ്യപ്പെട്ടാലും അവര് പറയും കല്യാണം കഴിഞ്ഞാലേ ഇടപെടാൻ പറ്റുള്ളൂ എന്ന്. കല്യാണം കഴിയുമ്പോൾ അവർക്ക് പറയാൻ അടുത്ത ന്യായങ്ങളുണ്ടാവും. അതാ ഇതുവരെയുള്ള എന്റെ അനുഭവം. നമുക്ക് അമ്മയോട് പറയാം, എങ്ങനെയും കല്യാണത്തിനൊന്ന് തടയടാ, അതാ നല്ലത്. ഹലോ, ആ ശരി, ഞാൻ വരാം. ബായ്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്താ വിച്ചളെ, ആരാ വിളിച്ചത്? ബായ്, ടെൻഷൻ ആവണ്ട, ഇത് ഞാൻ ശരിയാക്കിക്കോളാം. വിച്ചളെ, ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ രാവിലെ തേവാരം കഴിക്കുന്ന സമയത്ത് ഇല്ലത്തേക്ക് രാഹുലിനെ അയച്ചാൽ മതി. ഞാനൊരു ചരട് ജപിച്ചു തരാം. അതോടെ പേടി മാറിക്കൊടും. വഴിപാട് കഴിച്ചത് ഫലം ചെയ്തോന്നു കൂടി അറിയാനാ ഞാൻ പ്രശ്നം വെച്ച് നോക്കാൻ പറഞ്ഞത്. അതൊക്കെ പതുക്കെ ആകാം. ഈ കുട്ടിമണിയുടെ ഭയം തീരട്ടെ. പ്രശ്നം വെച്ചാലല്ലേ വേളിക്ക് മുഹൂർത്തം കുറിക്കാനാവൂ. ജാതകം വെച്ചേ ഞാൻ മുഹൂർത്തം കുറിക്കൂന്ന് പറഞ്ഞതല്ലേ. ആദ്യം ഈ കുട്ടിയുടെ ജന്മസമയം കണ്ടെത്ത്. നക്ഷത്രം ഏതാന്ന് പോലും അറിയാതെ പൊരുത്തം നോക്കുന്ന വിദ്യ എനിക്ക് വശമില്ല. അതൊക്കെ കൊണ്ടേ ഞങ്ങൾ മുഹൂർത്തം കുറിപ്പിക്കും. ജാതകം ഇല്ലാതെ സമയം നോക്കാൻ വല്ല വഴിയും ഉണ്ടോ? എന്റെ ചിട്ടയനുസരിച്ചില്ല.
ചെയ്തു കൊടുക്കുന്നവർ ധാരാളം ഉണ്ടാവും. പക്ഷെ അതല്ല അതിന്റെ വഴി. കുട്ടിയുടെ ഇല്ലത്ത് ചെന്നാ ജന്മസമയം കിട്ടില്ലേ? നിങ്ങളെന്താ ആ വഴിക്ക് ചിന്തിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞതാ ഇവനോട്, പക്ഷെ ഇവൻ ഞങ്ങളെ ആ വഴിക്ക് കൊണ്ടുപോകുന്നില്ല. എന്താ രാഹുല തന്റെ പ്രശ്നം? ഏയ്, എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ എനിക്ക് അശേഷം താല്പര്യമില്ല. ഇറങ്ങുക. ദക്ഷിണ കൊടുക്കുമോനെ? വേണ്ട, നാളെ ചരട് വാങ്ങാൻ വരുമ്പോ മതി. അമ്മേ, ഞാൻ ചേട്ടനെ യാത്രയാക്കിയിട്ട് വരാം. പോയിട്ട് പറഞ്ഞു ചേട്ടൻ. അതടുത്തടവ് യാത്രയാക്കാൻ പോന്നു. അമ്മ നോക്കും, അവനെ ഇനി രാത്രിയിലെങ്ങാനും പ്രതീക്ഷിച്ചാ മതി. ആരെന്താ? എന്റെ മോളെ, നമ്മൾ ഇനി നിന്റെ ഇല്ലത്തേക്ക് പോവാൻ നിർബന്ധിക്കുമെന്ന് അവൻ അറിയാം. അതാ കടന്നു കളഞ്ഞത്. പക്ഷേ അധികം നാളീ കളി കളിക്കാൻ പറ്റില്ല. എന്റെ ഭർത്താവ് സംഗതി ഏറ്റിട്ടുണ്ട്. അളിയനെ ഞാനും നിർബന്ധിക്കാൻ ചേച്ചി. നീ നിർബന്ധിച്ച നടക്കും കുട്ടുമണി, വിടാതെ പിടിച്ചാ മതി. അക്കാര്യത്തിൽ നിന്നെ കഴിഞ്ഞുള്ളൂ വേറെ ആൾക്കാർ. എങ്കിലേറ്റു വയലൂരില്ല എവിടെയാണെന്ന് അളിയനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച് അടങ്ങും. Yeah.